ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് പറയാനെന്നുള്ള അധികാരമൊന്നുമില്ല. ആ വിധി അങ്ങ് അനുസരിച്ചാൽ മതി. ഇപ്പോൾ ഗവർണർ ഈ പറഞ്ഞേക്കുന്ന കാര്യത്തിൽ ഗവർണർ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ഭരണഘടനാ ബെഞ്ച് വേണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഇതിനി അനുസരിച്ചേ പറ്റുള്ളൂ. നമുക്ക് ആർട്ടിക്കിൾ 142 അനുസരിച്ച് സമ്പൂർണ്ണ നീതി നടപ്പാക്കാനായിട്ട് സുപ്രീം കോടതിക്ക് ഏത് ഉത്തരവുകളും പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയായിട്ട് വന്നു. അതായത് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നല്ലോ, ഗവർണറുടെ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധിയാണ് ആ വന്നതെന്ന് പറഞ്ഞാൽ ഗവർണർമാർ എന്ന് പറയുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. ഒരു നിയമം പാസ്സാക്കി ഈ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ MLA നിയമം പാസ്സാക്കി അങ്ങോട്ട് അയക്കും. നമ്മുടെ അസംബ്ലി നിയമം പാസ്സാക്കി അയക്കും. അപ്പം നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഗവർണറുടെ അസന്റ് വേണം അതിന്, എന്നാലേ അത് നിയമമാവുള്ളൂ. ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് നിയമം ആക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഗവർണർ അത് അസന്റ് കൊടുക്കണം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർമാർ പലപ്പോഴും ചെയ്യുന്നത് അനങ്ങത്തില്ല, അവർക്ക് വേറെ പണികളാണ്. അവർ ഇത് വെച്ചുകൊണ്ടാണ് ബാക്കി സർക്കാരുമായിട്ട് വില പേശുന്നത്. ആ രീതിയിലേക്ക് പോകും. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമാണ് ഈ വിഷയം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇവർ അനങ്ങത്തില്ല, കണ്ടില്ലെന്ന് അടിക്കും ഈ സാധനം. അത് എന്നൊപ്പിടണം എന്നൊന്നുമില്ല, ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് അതായത് അതിൽ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ 200-ാം അനുച്ഛേദത്തിൻ്റെ അതിൻ്റെ പ്രൊവൈസോയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത് ഗവർണർ കഴിയുന്നിടത്തോളം പെട്ടെന്ന് അത് ഒപ്പിടണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതായത് വെച്ചുകൊണ്ടിരിക്കരുതെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞത്. പിന്നെന്താ അതിനകത്തൊരു ടൈം പ്രിസ്ക്രൈബ് ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭരണഘടന ഉണ്ടാക്കിയവരൊക്കെ വിചാരിച്ച് ഗവർണർമാരെന്ന് പറയുന്ന അന്തസ്സുള്ളവരായിരിക്കും കേട്ടോ, വിവരവും വിവേകവും ഉള്ളവരായിരിക്കും, അവരാ രീതി പെരുമാറും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഈ ഭരണഘടന ചമച്ച ആളുകൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ഒരാളിന് അങ്ങനെ ഒരു ടൈം പ്രിസ്ക്രൈബ് ചെയ്യേണ്ട, ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് അതിനകത്തൊരു ടൈം പ്രിസ്ക്രൈബ് ചെയ്യാതിരുന്നത്. ഗവർണർ കൈ പിടിച്ചൊപ്പിടിക്കുന്ന കാര്യം വരും അങ്ങനെ. പക്ഷേ അന്നത്തെ ഒന്നും അവർ കണ്ട, അതായത് നമ്മുടെ ഭരണഘടനയുടെ ഫ്രെയിംവേഴ്സ് കണ്ട ആ രീതിയിലുള്ള ഗവർണർമാരല്ല ഇന്നുള്ളവർ ഏത് വിധത്തിലും ഈ സംസ്ഥാന ഗവൺമെൻറ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അതേ പാർട്ടി അല്ല ഈ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഗവർണർമാർ ഒരു പരിപാടി ചെയ്യും. കാരണം അവർക്ക് യൂണിയൻ ഗവൺമെൻറ്റിനെ പ്രീണിപ്പിച്ചുകൊണ്ട് നിൽക്കണം. കാരണം എന്താണെന്നറിയോ, ഇവരുടെ ടേം എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഗവർണർമാരുടെ, അത് പ്ലഷർ ഓഫ് ദ പ്രസിഡന്റാണ്. അതായത് പ്രസിഡന്റ് തോന്നുന്ന പോലെയാണ് വെക്കുന്നത്. ഇത്ര കാലത്തേക്കൊന്നൊന്നുമില്ല ഗവർണർ, എപ്പോൾ വേണമെങ്കിലും ഗവർണറെ തിരിച്ചു വിളിക്കാം. അപ്പോൾ അങ്ങനെ വിളിക്കാതിരിക്കണമെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു കളിപ്പാട്ടമായിട്ട് ഇവർ നിന്നു കൊടുക്കണം, ഒരു കളിപ്പാവയായിട്ട് നിന്നു കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ തിരിച്ചു വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഗവർണർമാർ കഴിയുന്നിടത്തോളം ഈ യൂണിയൻ ഗവൺമെന്റിനെ പ്രീണിപ്പിച്ച് നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. അവർക്കെതിരെ അവരൊന്നും ചെയ്യാറില്ല. ചെയ്തു കഴിഞ്ഞാൽ പോക്കാണ്. കാരണം ഒന്നില്ല, ഒരു ടേം അങ്ങ് സഹിക്കും, അല്ലെങ്കിൽ ആ ടേമിന് മുമ്പ് തന്നെ തിരിച്ചു വിളിക്കും. അതൊക്കെ ചെയ്യാം എന്ന് വെച്ചിട്ട് രാജിവെക്കാൻ പറയും, അവർ രാജിവെക്കുകയും ചെയ്യും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീ ആർലേക്കർ ഇപ്പം നമ്മുടെ ഗവർണർ ഈ സുപ്രീം കോടതി വിധിയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇന്നാൾ ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ ഞാനത് വിശദമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ ഭരണഘടനയുടെ ഏതെങ്കിലും വകുപ്പുകളെ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരുന്ന ഒരവസരം ഉണ്ടായാൽ കോടതികളിൽ, അതായത് അത് സുപ്രീം കോടതിയിലാണ് എപ്പോഴും അങ്ങനെ വരുന്നത്. അങ്ങനെ വരുന്ന ഉടനെ അതിൽ 145(3) എന്ന് പറയുന്ന അനുച്ഛേദം നമ്മുടെ ഭരണഘടനയുടെ ആ അനുച്ഛേദം പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ആ ബെഞ്ചിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ്. അതായത് ഒരു ഭരണഘടനാ ബെഞ്ചായിരിക്കണം അത്. ഏതെങ്കിലും നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത പരിഗണിക്കേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ ഭരണഘടനയുടെ വകുപ്പുകൾ വ്യാഖ്യാനിച്ച് ഏതെങ്കിലും ഒരു നിയമം വിലയിരുത്തേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ ഭരണഘടനയുടെ ഏതെങ്കിലും വകുപ്പുകളെ വ്യാഖ്യാനിക്കുക, ഇതൊക്കെ വേണ്ടി വന്നാൽ സാധാരണഗതിയിൽ ഇങ്ങനെ വേണം. അതായത് ഒരു 145(3) അനുസരിച്ച്
അഞ്ചംഗ ബെഞ്ച് വേണം. ഏറ്റവും കുറഞ്ഞ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്ന് പറയും, ഭരണഘടനാ ബെഞ്ച്. 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഭരണഘടനാ ബെഞ്ചാവും കേട്ടോ. 5, 7 എന്ന് തുടങ്ങി ഇങ്ങനെ അത് മേലോട്ട് പോകാറുണ്ട്. അത് കേസുകളുടെ ആ ഓരോ പ്രത്യേകത അനുസരിച്ചിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇത് ഭരണഘടനാ പ്രാധാന്യമുള്ള ഒരു മാറ്റർ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ ഇത് ഭരണഘടനയുടെ വകുപ്പുകളൊന്നും ഇത് വ്യാഖ്യാനിക്കേണ്ടതായിട്ടൊന്നുമില്ല. കാരണം അതിൽ വ്യാഖ്യാനിക്കാൻ അതിൽ വകുപ്പില്ല. അതായത് കാലം ഇതിൽ പറഞ്ഞിട്ടില്ല, കാലാവധി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലാത്തടത്തോളം കാലം യഥാർത്ഥത്തിൽ ഒരു വ്യാഖ്യാനം പ്രത്യേകിച്ച് കൊടുക്കേണ്ടതായിട്ടില്ല. ആസ് സൂൺ ആസ് പോസിബിൾ, അപ്പൊ എത്രയും കഴിയുന്നിടത്തോളം പെട്ടെന്ന് എന്നുള്ളതാണ്. അപ്പോ അതിന് കാലാവധി അതുകൊണ്ട് പറയുന്നില്ല അതിനകത്ത്. അപ്പൊ കാലാവധി പറയാത്തിടത്തോളം കാലം ഒരു കാലാവധി തീരുമാനിക്കാന്നിരിക്കട്ടെ സുപ്രീം കോടതി. അത് തീരുമാനിക്കുന്നത് ഒരു ലെജിസ്ലേഷന് തുല്യമാണ് യഥാർത്ഥത്തിൽ. അതൊരു വകുപ്പ് കൂട്ടിച്ചേർക്കുന്നതിന് തുല്യമുള്ളൂ. ഒരു വകുപ്പിനെ വ്യാഖ്യാനിക്കുന്നതിന് ആകത്തില്ല. അപ്പൊ ആ വകുപ്പ് കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ ഈ കാലാവധിയുള്ള ഒരു വകുപ്പ് അത് കൂട്ടിച്ചേർക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വകുപ്പ് കൂട്ടിച്ചേർക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഭരണഘടനാ ബെഞ്ചിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതില്ലെന്നേ പറയാവുള്ളൂ. കാരണം നമുക്ക് ആർട്ടിക്കിൾ 142 അനുസരിച്ച് സമ്പൂർണ്ണ നീതി, അതായത് കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പാക്കാനായിട്ട് സുപ്രീം കോടതിക്ക് ഏത് ഉത്തരവുകളും പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ സുപ്രീം കോടതി അത് 2 അംഗ ബെഞ്ചോ അത് 3 അംഗ ബെഞ്ചോ 4 അംഗ ബെഞ്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സുപ്രീം കോടതിക്കാണ്. അപ്പൊ സുപ്രീം കോടതിയിൽ 2 അംഗ ബെഞ്ചിന് അങ്ങനെ 142 വകുപ്പ് അനുസരിച്ച് ഉള്ള അനുച്ഛേദം അനുസരിച്ചുള്ള യഥാർത്ഥത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. അങ്ങനെ ഒരു ഉത്തരവായിട്ട് ഇതിനെ കണ്ടാൽ മതി, അതേ ഉള്ളൂ. കാരണം ഇതിൽ കാലം പറഞ്ഞിട്ടില്ല, കാലാവധി പറയുന്നില്ല. ആ കാലാവധി പറയാത്തോടത്തോളം കാലം അവിടെ നീതി നടക്കുന്നില്ല. ആ സമ്പൂർണ്ണ നീതി അവിടെ നടപ്പാക്കാൻ വേണ്ടി ഒരു കാലാവധി കോടതി ഫിക്സ് ചെയ്തു. ഇല്ലെങ്കിൽ ഇതുപോലെ വെച്ചോണ്ടിരുന്ന അടയിരുന്ന ബില്ലുകളെല്ലാം ഒരു കാര്യം നിയമം പാസ്സാക്കിയതായിട്ട് പരിഗണിക്കണം എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ കാരണം ഈ ഗവർണറെ എന്ന് പറയുന്ന ഇത് ഒപ്പിടാൻ വെച്ചേക്കുന്ന ആളാണ്. പക്ഷേ ഒപ്പിടാൻ മനഃപൂർവ്വം വിസമ്മതിക്കുക, ഒപ്പിടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം അതിനൊരു മാർഗം സുപ്രീം കോടതി കണ്ട ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും കാലാവധി കഴിഞ്ഞെങ്കിൽ അത് പാസ്സായതായിട്ട് പരിഗണിക്കണം, ഒപ്പിട്ടതായിട്ട് പരിഗണിക്കുക, തീർന്നു. ഈ തമിഴ്നാട്ടിലെ കേസിലാണ് വന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെ ഏതാണ്ട് 6-7 നിയമങ്ങൾ ഇതേപോലെ ഒപ്പിടാതെ വെച്ചിരുന്നത് ഇപ്പോൾ എടുത്ത് അവർ നോട്ടിഫൈ ചെയ്തു, ആക്ട് ആയി എന്ന് പറഞ്ഞിട്ട് അവർ ഗസറ്റ് പ്രസിദ്ധീകരിച്ചു അത്. അപ്പോൾ അതിന് നിയമപ്രാബല്യം വന്നു, ആക്ട് ആയി മാറി, അത്രയേ ഉള്ളൂ. അപ്പൊ സുപ്രീം കോടതി ഇത് പറയുകയും ചെയ്തു. അപ്പൊ അതിനുവേണ്ടി ഭരണഘടനാ ബെഞ്ച് എൻ്റെ ഒരാവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറെ ഏതെങ്കിലും ഒരു വകുപ്പിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന ഒന്നും ഇതിനകത്തില്ല. വലിയ ഭരണഘടനാ വ്യാഖ്യാനങ്ങളൊന്നുമില്ല. ഇത് മാത്രമല്ല, പ്രസിഡന്റും ഇത് തന്നെ വാദമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഗവർണർക്ക് ഇതേപോലെ 3 മാസത്തിനകത്ത് ഇത് തീർപ്പ് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചേക്കുന്ന ബില്ലുകളുണ്ട്. അതിന്റെ രാഷ്ട്രപതി 3 മാസത്തിനകം തീർപ്പ് ഏൽപ്പിച്ചോണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിയമമായിട്ട് മാറും. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൊവിഷൻ ഇല്ലെങ്കിൽ, ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവരുടെ ഈ പവർ വളരെ മിസ്യൂസ് ചെയ്യുകയാണ് അവർ. പലപ്പോഴും ഗവർണർമാർ മിസ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യൂണിയൻ ഗവൺമെന്റിനെ പ്രീതിപ്പെടുത്താനായിട്ട് ഇത് മിസ്യൂസ് ചെയ്യും. ആ മിസ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നീതി നടക്കത്തില്ല. അപ്പൊ നീതി നടന്നോ ഇല്ലയോ എന്ന് നോക്കേണ്ട അധികാരമുള്ളതെന്ന് പറയുന്നത് ഇത് കോടതിയുടെ ഒരു ബാധ്യതയാണ്. സുപ്രീം കോടതി ആ ബാധ്യത നിറവേറ്റിയതാണ്. അവിടെ സമ്പൂർണ്ണ നീതി നടപ്പാക്കാൻ വേണ്ടി ആർട്ടിക്കിൾ 142 പ്രത്യേക പവർ അധികാരം വിനിയോഗിച്ചാണ് ഈ രീതിയിൽ കാലാവധി തീരുമാനിച്ചേക്കുന്നത്. അല്ലാതെ അതൊരു ഭരണഘടനാ വ്യാഖ്യാനമൊന്നുമല്ല അത് നടത്തിയേക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനയുടെ വകുപ്പിന്റെ വ്യാഖ്യാനം നടത്താത്തിടത്തോളം കാലം അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ഒന്നും ആവശ്യമില്ല. ഇവർക്ക് ചെയ്യാവും, സുപ്രീം കോടതിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആർട്ടിക്കിൾ 142 അനുസരിച്ചുള്ള അധികാരം വിനിയോഗിക്കുന്നതിന് സുപ്രീം കോടതിക്ക് 2 അംഗ ബെഞ്ചിന് കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഗവർണർ ഈ പറഞ്ഞേക്കുന്ന കാര്യത്തിൽ ഗവർണർ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ഭരണഘടനാ ബെഞ്ച് വേണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഇതിനെ അനുസരിച്ചേ പറ്റുള്ളൂ. വിധി ശരിയോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം, അത് അനുസരിച്ചേ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. കാരണം ഗവർണർ ആയാലും രാഷ്ട്രപതി ആയാലും അല്ല, അവർ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയരാണ്. അവരുടെ പ്രവൃത്തികൾ ശരിയോ തെറ്റോ ഭരണഘടനാ അനുസൃതമാണോ അല്ലയോ എന്ന് വിലയിരുത്താനുള്ള കഴിവ് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന ഉടനെ ഇത് ആ വിധി ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് പറയാനെന്നുള്ള അധികാരമൊന്നുമില്ല. ആ വിധി അങ്ങ് അനുസരിച്ചാൽ മതി. അത് ശരിയല്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അതിന് റിവ്യൂ ഒക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അത് ഉയർന്ന ബെഞ്ചിലേക്ക് എങ്ങണം നിങ്ങൾ അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം. അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിനെ വിമർശിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല.
പിന്നെ ഒരു വിധിയെ ആർക്കും വിമർശിക്കാം, ആ ജഡ്ജിയെ അല്ല വിധിയെ വിമർശിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നല്ലതേ ഉള്ളൂ, അതിനകത്ത് തെറ്റൊന്നും കാണുന്നില്ല.